എല്ലാവർക്കും നമസ്കാരം. നിലമർമ്മരങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തിൽ എല്ലാ വർഷവും ഏകദേശം 8,000-ഓളം പേർ റോഡ് അപകടങ്ങളിലൂടെ മരണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 15,000-ഓളം പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് അപകടങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ചും പല തലങ്ങളിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പ്രിന്റ് മീഡിയ ആയാലും ശരി, വിഷ്വൽ മീഡിയ ആയാലും ശരി, അതുപോലെ തന്നെ സെമിനാറുകളായിട്ടും പല രീതിയിലും ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം അതുപോലെ തന്നെ നമ്മളെ മീഡിയാസ് ശ്രദ്ധിക്കാത്ത, അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മുടെ റോഡുകളിൽ പലതരത്തിലുള്ള പ്രവർത്തികൾ ടെലിഫോൺസ് ആയാലും ശരി, വാട്ടർ അതോറിറ്റി ആയാലും ശരി, അതുപോലെ പൊതുമരാമത്ത് വകുപ്പായാലും ശരി പ്രവർത്തികൾ നടത്താറുണ്ട്. ഈ റോഡുകളിൽ ഇങ്ങനെ പ്രവർത്തികൾ നടത്തുന്ന സമയത്ത് അവർ വലിയ വലിയ കുഴികൾ ഒരു സൈഡിലായിട്ട് എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഈ പല സമയത്തും പല സന്ദർഭങ്ങളിലും ഇതിന് വേണ്ട വിധത്തിലുള്ള ഒരു മറ, അതായത് ഇവിടെ ഒരു കുഴിയുണ്ടെന്നും അതിൽ ശ്രദ്ധിക്കണം എന്ന് ഒരു സൂചന നൽകുന്ന ഒരു മറ അല്ലെങ്കിൽ ഒരു വേലിക്കെട്ട്, അതുപോലെ ഒരു സൈൻ ബോർഡ്സ് ഒന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ കുഴിയെടുത്തിട്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിലൂടെ വാഹനം ഓടിച്ചു വരുന്ന പല ആളുകളും ആ കുഴിയിൽ വീണ് മരണം സംഭവിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും 3 മുതൽ 5 വരെ ഏകദേശം ഇങ്ങനെയുള്ള മരണങ്ങൾ ഞാൻ പത്രത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സമൂഹം ഇത് ചർച്ച ചെയ്യാതെ പോകുന്നത്? എന്തുകൊണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല? എന്തുകൊണ്ട് വേണ്ട വിധത്തിൽ നിർദ്ദേശം കൊടുക്കുന്നില്ല കോൺട്രാക്ടർമാർക്ക്? ഇതിന് വേണ്ട വിധത്തിൽ വേലിക്കെട്ട് കെട്ടി സൈൻ ബോർഡ് വെച്ച് നിർദ്ദേശങ്ങൾ നൽകണമെന്ന് എന്തുകൊണ്ട് കോൺട്രാക്ടർമാർക്കും തൊഴിലാളികൾക്കും നിർദ്ദേശം കൊടുക്കുന്നില്ല? അത് ഇവർ സൂപ്പർവൈസ് ചെയ്യേണ്ടതല്ലേ? നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരെല്ലാം സൂപ്പർവൈസ് ചെയ്യേണ്ടതല്ലേ? എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള അപകടം സംഭവിക്കുന്നത്. ഈ ഒരു മരണം നമ്മുടെ വീട്ടുകാർക്ക് മാത്രമല്ല, അതുപോലെ സമൂഹത്തിനും രാഷ്ട്രത്തിനും വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ 100% പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു അപകടങ്ങളാണ് ഇതെല്ലാം. 100% നമുക്ക് ഇല്ലാതാക്കാവുന്ന അപകടങ്ങളാണ് ഇതെല്ലാം. പക്ഷെ തീരെ അശ്രദ്ധ, അതായത് ചെറിയ ഒരു അശ്രദ്ധയല്ല, അത് വേണ്ട വിധത്തിലുള്ള ഒരു സൂപ്പർവിഷൻ ഇല്ലായ്മ, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ നിർദ്ദേശം കൊടുക്കാത്തത് കൊണ്ടും ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ എന്ത് കാര്യത്തിനും വിദേശ രാജ്യങ്ങളിലെ നമ്മൾ അനുകരിക്കാറുണ്ട്. അവിടുത്തെ ഭക്ഷണം, അതുപോലെ ഫാഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുകരിക്കാറുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അവർ വേണ്ട വിധത്തിൽ അതിന് മറകെട്ടി സൈൻ ബോർഡ് വെച്ച് രണ്ട് വശത്തും വളരെ ദൂരെ നിന്ന് തന്നെ അവർ സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ടാകും. അതായത് ഇങ്ങനെ ഒരു കുഴി എടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചു പോവുക എന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് സൈൻ ബോർഡ്സ് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവിടെ എല്ലാവരും ശ്രദ്ധിച്ച് ഓടിക്കാൻ സാധിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നത്? ഇത് വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു വലിയ പണച്ചെലവുള്ള കാര്യമോ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമോ ഒന്നുമല്ല. പക്ഷെ അത് നിസ്സംഗത, അതായത് വല്ലവരുടെ മക്കളാണ് മരിക്കുന്നത്, എനിക്കെന്താ എന്നുള്ളൊരു നിസ്സംഗത ഈ കോൺട്രാക്ടർക്കും ഉണ്ടാകും, തൊഴിലാളികൾക്കും ഉണ്ടാകും, ഈ സൂപ്പർവൈസ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നതിലൂടെ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം, ഇത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതൊക്കെ ഈ ആധുനിക കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ലജ്ജിക്കണം. ഇങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ലജ്ജിക്കണം. നമ്മുടെ നാട്ടിലാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും വിദ്യാഭ്യാസപരമായിട്ടും നമ്മളുടെ സാമൂഹ്യമായിട്ടും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമെന്ന് നമ്മൾ മേനി നടിക്കുമ്പോൾ പോലും ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ ഒരു 4-5 സൈൻ ബോർഡ്സ് വെച്ചാൽ ഒഴിവാക്കാവുന്ന അപകടങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അപകടങ്ങളൊക്കെ നമുക്ക് വേണ്ട വിധത്തിൽ ഒഴിവാക്കാവുന്നതല്ലേ? അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം KSEBിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. KSEBിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ
ഈ ഇടയ്ക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഒരു 2 വർഷം മുമ്പ് വരെ ഞാൻ പത്രത്താളുകളിൽ വായിച്ചു കേട്ടിട്ടുണ്ട്. ലൈൻ നന്നാക്കുന്നതിനിടെ KSEB തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, എങ്ങനെ ലൈൻ നന്നാക്കുന്നതിനിടെ KSEB തൊഴിലാളി ഷോക്കേറ്റ് മരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. എന്നുണ്ടെങ്കിൽ ലൈൻ ഓഫ് ചെയ്തിട്ടാണ് അത് നന്നാക്കുവാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറുന്നത്. സ്വാഭാവികമായിട്ടും അന്ന് അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രവൃത്തിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പെർമിഷനോടുകൂടി മാത്രമേ ആ ലൈൻ ഓണാക്കാൻ പാടുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നതെന്ന് എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് ഒഴിവാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്? എനിക്ക് ശരിക്കും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ കിട്ടുകഴിഞ്ഞാൽ ശരിക്കും അവർ പൊട്ടിച്ചിരിക്കും, അവർ കളിയാക്കി ചിരിക്കും നമ്മളെയൊക്കെ നോക്കി. ഇതൊക്കെ 100% ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം, ഇതിന് വേണ്ട വിധത്തിലുള്ള നടപടികൾ എടുക്കണം. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ ബന്ധപ്പെട്ട കോൺട്രാക്ടർക്കെതിരെയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.